നോമ്പ് കാലമായതുകൊണ്ട് ശ്രീകണ്ഠൻ നായർക്ക് ചായ കുടിക്കാനുള്ള അവകാശം പോലും ലംഘിക്കപ്പെടുകയാണോ എന്ന് ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുകയാണ്. അത് ചർച്ചയായിട്ട് മാറുകയാണ്. ശ്രീകണ്ഠൻ നായർ നമുക്കറിയാം, 24 ന്യൂസിൻ്റെ എഡിറ്ററായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ ഒരു പരിപാടിക്കിടെയാണ് അദ്ദേഹം ചായ കുടിക്കുന്നത്. ഉടനടി പ്രേക്ഷകർ വന്ന മെസ്സേജസ് ഒക്കെ നിരന്തരം വായിക്കുന്നൊരു സ്വഭാവമൊക്കെ പരിപാടിക്കിടയിൽ അദ്ദേഹം ചെയ്യാറുണ്ട്. അതിനിടയിൽ വളരെ പച്ചയ്ക്ക് തന്നെ ഒരു പ്രേക്ഷകൻ പറയുന്നു, ഇത് നോമ്പ് കാലമാണ്, നിങ്ങൾ ചായ കുടിക്കുന്നത് ശരിയാണോ എന്ന് ശ്രീകാന്ത് നായരടുത്ത് ചോദിക്കുന്നു. അത് വളരെ പബ്ലിക്കായിട്ട് അദ്ദേഹം വിളിച്ച് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇനി ഞാൻ ചായ കുടിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ളൊരു പ്രവണത ഉണ്ടാകാനുള്ളൊരു കാരണം? ശ്രീകണ്ഠൻ നായർക്ക് ചായ കുടിച്ചൂടെ നോമ്പ് കാലമായതുകൊണ്ട്? അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ് ഗൗതം ഇപ്പോൾ ചോദിച്ചത്. അതായത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് പാലിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ നിങ്ങളുടേതല്ലാത്ത വിശ്വാസ പ്രമാണങ്ങൾ വെച്ച് പുലർത്തുന്നവർക്ക് അവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ വരുമ്പോഴാണല്ലോ മതേതരത്വം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നത്. നോമ്പുകാലത്ത് പിന്നെ ആൾക്കാർ നോമ്പെടുക്കുന്നവരുണ്ട്. അവർ നോമ്പെടുക്കണം, തീർച്ചയായിട്ടും. അത് അവരുടെ മതപരമായ വിശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. അത് തീർച്ചയായിട്ടും അവരുടെ കടമയുമാണ്. പക്ഷേ അത് അവരുടെ മാത്രം കടമയാണ്. ആ വിശ്വാസ പ്രമാണങ്ങളല്ലാത്ത ആൾക്കാരും ഇന്ത്യയിൽ അല്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം. അവര് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് അധികാരമില്ല. ഗൾഫിൽ പോലും പരസ്യമായിട്ട് അവിടെ, അതായത് ഇസ്ലാമിക നിയമമുള്ള രാജ്യമാണ്, പക്ഷേ അവിടെ പലപ്പോഴും നല്ല ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും പാർസൽ സർവീസ് കിട്ടും. നോമ്പ് കാലത്ത് പാർസലായിട്ട് നമുക്ക് നമ്മുടെ റൂമിലേക്ക് ഭക്ഷണം കൊണ്ടുവരാം. അല്ലെങ്കിൽ ഞാൻ ഒരു മാധ്യമ സ്ഥാപനത്തിൽ അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അവിടെ ഒരു റൂം നോമ്പെടുക്കാത്തവർക്കായിട്ടുണ്ട്. അവിടെ ആയിരിക്കും നമ്മൾ രാവിലെ ഭക്ഷണം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് പോയി പാർസൽ നമ്മൾ വാങ്ങിച്ചാൽ ആ റൂമിൽ ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. നോമ്പെടുക്കുന്നവർ ആ ഭാഗത്തേക്ക് വരാൻ പാടില്ല എന്നാണ്. അവിടെ ഗൾഫിൽ പോലും ഈ ഒരു സ്വാതന്ത്ര്യമുണ്ട്, നോമ്പെടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊരിക്കൽ ഒരു വലിയ ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം ഒരു അറബ് പൗരനാണ്, അദ്ദേഹത്തിനെ ഇന്റർവ്യൂ ചെയ്യാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഒരു ഫിലിപ്പിനോ സ്ത്രീയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ മെയ്ഡ്. അപ്പൊ അവരെ ഒരു ട്രോളിയിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഉന്തിത്തള്ളി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഞാൻ ആകെ ഒന്ന് പരിഭ്രമിച്ചു. കാരണം അതൊരു നോമ്പ് കാലമാണ്. അവിടെ വെച്ചിട്ട് അദ്ദേഹം നോമ്പെടുക്കുന്ന ആളാണ്. ഞാൻ ഭക്ഷണം കഴിച്ചാൽ അത് അദ്ദേഹത്തിനെ അപമാനിക്കുന്നതല്ലേ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ നോമ്പെടുക്കുന്ന ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനല്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കുടിച്ചാൽ എന്താണ്? ഞാനിവിടെ എൻ്റെ നോമ്പ് നിങ്ങൾ ചായ കുടിക്കുന്നുണ്ടോ, നിങ്ങൾ ഒരു ജ്യൂസ് കഴിച്ചുകൊണ്ടോ എൻ്റെ നോമ്പ് ലംഘിക്കപ്പെടുന്നില്ല. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകൻ പൈലറ്റാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ പൈലറ്റാണ്, അദ്ദേഹം നോമ്പെടുക്കുന്നില്ല, കാരണം നോമ്പെടുത്തുകൊണ്ട് പൈലറ്റിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതുപോലെ ചെറിയ കുട്ടികൾ. അപ്പൊ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. അദ്ദേഹം അറബ് പൗരനാണ്, മലയാളിയല്ല. അപ്പൊ യഥാർത്ഥ ഇസ്ലാം മതം ഉണ്ടായ സ്ഥലത്ത് അവിടെ ജനിച്ച ആളാണ്. അപ്പം ഈ ഒരു വിശാല മനസ്കത അദ്ദേഹം കാണിച്ചത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി, സന്തോഷിപ്പിക്കുകയും ചെയ്തു. അതാണ് യഥാർത്ഥ വിശ്വാസ സ്വാതന്ത്ര്യം. അതാണ് യഥാർത്ഥ മതേതരത്വം. ഇവിടെ ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായർ ഇങ്ങനെ ഒരു മെസ്സേജ് അദ്ദേഹത്തിന് വരുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ തനിക്കൊരു മെസ്സേജ് വന്നു എന്ന് അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഞാൻ ഇനിയും ചായ കുടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ശ്രീകണ്ഠൻ നായർക്ക് വേറൊരു ലക്ഷ്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ ചായക്കപ്പങ്ങ് മാറ്റി വെക്കാമായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഈ നോമ്പെടുക്കുന്നവരുടെ സെൻസിബിലിറ്റീസിനോട് അത്രയധികം ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് രഹസ്യമായിട്ട് ഈ ചായക്കപ്പങ്ങ് അതിന്റെ പിന്നിലുള്ള കാരണമൊന്നും പറയേണ്ടതില്ലല്ലോ. കാരണം പറഞ്ഞപ്പോഴാണ് അത് വലിയ ചർച്ചാ വിഷയമായത്. കാരണം പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ ചായ കുടിക്കുന്നതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടെന്നും, അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ദേശീയ തലത്തിൽ ട്വിറ്ററിലെ വടക്കേ ഇന്ത്യയിലെ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. ബീഫ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് ഉച്ചൈസ്തരം
ഘോഷണം നടത്തുന്ന ആൾക്കാർ ചായ കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നതിലൊരു വൈരുദ്ധ്യമുണ്ട്. അപ്പം ചില സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, ചില സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ സിമ്പലായിട്ട് നമ്മൾ പറയും. നമുക്ക് ഇഷ്ടമില്ലാത്ത സ്വാതന്ത്ര്യങ്ങൾ അത് പിന്നെ ആരെങ്കിലും ആ സ്വാതന്ത്ര്യം ആരും പ്രകടിപ്പിക്കാനും പാടില്ല. അങ്ങനെ ഒരു പ്രത്യേകതരം സെക്കുലറിസം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം വരുന്നുണ്ട്. ഈ ചോദ്യത്തിന് വലിയ മറുപടികളൊന്നുമില്ല. കാരണം ശ്രീകണ്ഠൻ നായരോട് ഇങ്ങനെ ചോദിക്കുകയും ശ്രീകണ്ഠൻ നായർ ഭയന്നു പോവുകയും ചെയ്തു എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ പിന്നെ നാളെ തൊട്ട് ഞാൻ ചായ കുടിക്കില്ല എന്ന് പറയുമ്പോൾ ചോദ്യം വന്നുകൊണ്ടാണ്. അല്ലാതെ പുള്ളിക്ക് ആത്മാർത്ഥമായിട്ട് നോമ്പ് എടുക്കുന്ന ആൾക്കാരെ അവരുടെ സെൻസിബിലിറ്റീസിനെ പുള്ളി വ്രണപ്പെടുത്തണ്ട എന്ന് പുള്ളി തീരുമാനിച്ചിട്ടല്ല. പുള്ളി അങ്ങനെ ചിന്തിക്കാനുണ്ടായ സാഹചര്യം പുള്ളിയുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു പ്രചോദനമല്ല, മറിച്ച് അത് ഈ ചോദ്യം ഉളവാക്കിയ അസുഖകരമായ പ്രത്യാഘാതം. അത് അതിൽ നിന്നും ഈ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ ആ സ്റ്റേറ്റ്മെന്റിനെ മറ്റു പലരും അത് ഇന്റർപ്രറ്റ് ചെയ്യും. ആ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പത്രപ്രവർത്തകനായ ശ്രീകണ്ഠൻ നായർ അത് പറയുമ്പോൾ അങ്ങനെ ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യില്ല എന്നൊന്നും അദ്ദേഹത്തിന് ചിന്തയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്റർപ്രറ്റ് ചെയ്യട്ടെ എന്ന് തന്നെ കരുതിയായിരിക്കും അദ്ദേഹം ആ വസ്തുത അവിടെ വിളിച്ചു പറഞ്ഞു. ഇനി മറ്റൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്, കേരള സ്റ്റോറി അതിപ്പോ ഹൈക്കോടതി കേരള സ്റ്റോറി 2 അല്ലേ ഗൗതം? ആ കേരള സ്റ്റോറി ബിയോണ്ട് കേരള അത് എന്തോ എനിക്കത് കൃത്യമായിട്ട് അതിന്റെ ടൈറ്റിൽ പോലും ഞാൻ കണ്ടില്ല. അപ്പോ എൻ്റെ ഒരു പിന്നെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം, ദേശീയ തലത്തിലൊക്കെ പല സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ചോദിക്കുന്ന ചോദ്യം, ഇതുകൊണ്ട് മനസ്സിലായല്ലോ കേരള സ്റ്റോറിയിൽ പറയുന്നൊന്നും കള്ളമല്ലെന്ന്. ചായ കുടിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. അതിന് മറുപടി ഉണ്ടോ? അതിന് മറുപടി ഇല്ല. സ്വാഭാവികമായിട്ടും ഇത്തരം അസുഖകരമായ ഒരുപാട് പ്രത്യാഘാതങ്ങളിലേക്ക് ശ്രീകണ്ഠൻ നായരുടെ ആ ഒരു വീഡിയോ വഴി തുറന്നു. അതിന് യുക്തിസഹമായ ഒരു വിശദീകരണം ശ്രീകണ്ഠൻ നായർ നൽകിയിട്ടുമില്ല. ഇനി പരമാവധി ഞാൻ പറഞ്ഞാൽ ഇത് ഫേക്ക് വീഡിയോ ആണെന്ന് ഭാവിയിൽ പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യം ഇത് ഫേക്ക് വീഡിയോ ആണെന്ന് വിചാരിച്ചു. പക്ഷെ പത്രപ്രവർത്തകരായ എൻ്റെ ചില സുഹൃത്തുക്കളും ഇത് ഫേക്ക് വീഡിയോ അല്ല എന്ന് പറയുമ്പോഴാണ് ഞാനത് ഇനി പഴയ വീഡിയോ ആണോ അങ്ങനെ ഞാൻ സംശയിച്ചു. പക്ഷെ താഴെ സ്ക്രോൾ ചെയ്യുമ്പം ഇറാൻ അമേരിക്ക യുദ്ധത്തിനെ കുറിച്ചുള്ള സ്ക്രോളിങ് നടക്കുന്നു. അപ്പോഴാണ് ഇത് ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു ഇനി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് ആരെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും രാഷ്ട്രീയ അല്ലെങ്കിൽ മൈലേജിന് വേണ്ടി അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യുകയാണോ എന്നൊക്കെ ഞാൻ ആദ്യം സംശയിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനത് ഇവിടെ ഈ ഒരു ചോദ്യത്തിന് നമ്മുടെ ചർച്ച പോലും നടക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ തന്നെ സംഭവിച്ച ഒരു വസ്തുതയാണിത്. ഇതങ്ങനെ ഒരു ഫേക്ക് വീഡിയോ ആണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ഉയർത്തിവിടുന്ന ഒരുപാട് ചോദ്യമുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുക. ഒരിക്കൽ ഞാൻ കേരളത്തിലെ ഒരു പട്ടണത്തിൽ ഞാൻ പത്രപ്രവർത്തകനായിട്ട് ജോലി ചെയ്യുകയാണ്. വടക്കൻ കേരളത്തിലാണ്. ഞാൻ അവിടെ വെച്ച് മുസ്ലിം ലീഗിൻ്റെ ഹൈപ്പവർ കമ്മിറ്റി മെമ്പറും മുൻ MLA-യും രാജ്യസഭാ അംഗവും ഒക്കെ ആയിരുന്ന, ഞാൻ പേര് മനഃപൂർവ്വം പറയുന്നില്ല, അദ്ദേഹത്തിനെ ഇനി അതിൻ്റെ പേരിൽ ആരെങ്കിലും അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, പക്ഷെ എന്തെങ്കിലും മിസ്ഇന്റർപ്രറ്റ് ചെയ്യേണ്ട എന്ന് കരുതി ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത് നോമ്പുകാലം വരികയാണ്, നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലൊക്കെ കണ്ടുവച്ചോണം. ഞാൻ ചോദിച്ചു അതെന്താ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കറാച്ചിയിലും ഞാൻ ജാമിയ മില്ലയിലും ലാഹോറിലും ഒക്കെ പഠിച്ച ആളാണ്. കറാച്ചിയിലും ഇസ്ലാമാബാദിലും ഒക്കെ പോലും ചില ഹോട്ടലുകൾ തുറന്നു വെച്ചിരിക്കും, പക്ഷേ ഈ നഗരത്തിൽ അതുണ്ടാവില്ല എന്ന് ലീഗ് സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റി മെമ്പറായിരുന്ന ഒരു മുൻ MLA എന്നോട് പറഞ്ഞു. നല്ല അർത്ഥത്തിൽ പറഞ്ഞ, ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട എവിടെങ്കിലും ഒരു ഹോട്ടൽ കണ്ടുപിടിക്കട്ടെ എന്ന് കരുതി എന്നോടുള്ള വാത്സല്യം കൊണ്ട് പറഞ്ഞാണ്. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം യഥാർത്ഥ മതേതരവാദിയാണ്. എനിക്ക് അദ്ദേഹമായിട്ട് ഉള്ള ഇന്ററാക്ഷൻ ഞാൻ മനസ്സിലാക്കിയ അങ്ങനെയാണ്. പക്ഷെ അതേസമയം തന്നെ സമൂഹത്തിൽ അതല്ലാത്ത ട്രെൻഡുകൾ ഇവിടെ ഈ പറയുന്ന പ്രത്യേക സ്ഥലത്ത് ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ടും നിൽക്കണം എന്ന് എനിക്കൊരു മുന്നറിയിപ്പ് അദ്ദേഹം തന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതൊന്നും നമ്മൾ കാണുന്ന കേരളമാണോ യഥാർത്ഥ കേരളം? നമ്മൾ കാണുന്ന സൗഹാർദ്ദത്തിനപ്പുറം ഒളിഞ്ഞു കിടക്കുന്ന അസഹിഷ്ണുതകളും
അതിപ്പോൾ ഞാൻ ഒരു മതത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, മറ്റു എല്ലാത്തരം ആൾക്കാരിലും ഉണ്ട്. ഞാൻ ഇനി തിരിച്ചുള്ള സംഭവങ്ങൾ എന്നോട് ഒരിക്കലേ ഞാൻ ഇപ്പോഴൊന്നുമില്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ MA പഠിക്കുന്ന കാലത്ത് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു. അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ ചെയ്യുന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, താൻ എന്തിനാ ഈ കോളേജിൽ വന്നത്? ഇത് പിന്നെ നിങ്ങളുടെ കോളേജല്ലല്ലോ, നിങ്ങളുടെ കോളേജിൽ എവിടെയെങ്കിലും പോയി കൂടെ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു പിന്നെ ഇസ്ലാം മതവിശ്വാസിയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് ഒരിക്കൽ എന്നോട് എൻ്റെ ആ സുഹൃത്ത് എന്നോട് ചോദിച്ചു. എനിക്ക് മറുപടി ഒന്നുമില്ല. സമൂഹം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? പിന്നെ എല്ലാ കാര്യങ്ങളും അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പ്രശ്നം മലയാളി സമൂഹത്തിന്റെ ഈ ഇരട്ടത്താപ്പാണ്, പൊയ്മുഖങ്ങളാണ്, ഹിപ്പോക്രസിയാണ്. ആ ഹിപ്പോക്രസിയുടേതായ അടവ് നയത്തിൻ്റെതായ ഒരു രാഷ്ട്രീയം ഇവിടെ വന്നതാണ് ഇത്തരം ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകാനും. അതിന് കൗണ്ടറായിട്ട് പലതും ഉണ്ടാകും. കേരള സ്റ്റോറിയും ഈ നോമ്പ് കാലത്ത് ചായ കുടിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യവും ഒക്കെ വരുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഹിപ്പോക്രസി ഉണ്ട്. അതായത് നിങ്ങൾ എൻ്റെ മനസ്സിൽ എൻ്റെ ജാതി എൻ്റെ മതവും, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ജാതി നിങ്ങളുടെ മതവും. പക്ഷെ നമ്മൾ പരസ്യമായിട്ട് പറയത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഈ വികാരങ്ങളൊക്കെ ഘനീഭവിച്ച് കിടക്കുകയാണ്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് പുറത്തിയാണ്. ഇത്തരം ഒരു പ്രത്യേക സമൂഹം ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഒരു ഈക്വലിബ്രിയത്തിൽ അങ്ങ് പോകാൻ വേണ്ടി നമ്മൾ ഇത് അങ്ങനെ അങ്ങോട്ട് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം നോക്കി, അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ നടക്കും, പലപ്പോഴും പിന്നെ ഹിന്ദു ഭൂരിപക്ഷ സ്ഥലത്ത് ഹിന്ദുവിനെ അല്ലേ നിർത്തുള്ളൂ, മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് മുസ്ലിം അല്ല. മലപ്പുറത്തെ മിക്ക മണ്ഡലങ്ങളിലും മുസ്ലിം സ്ഥാനാർത്ഥികളല്ലേ വരും, തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ ഹിന്ദു സ്ഥാനാർത്ഥികളല്ലേ വരും. അപ്പൊ എന്താ ഈ മതേതരത്വത്തിന്റെ അർത്ഥം? ഇതൊക്കെ ഒരു കാപട്യമല്ലേ? നമ്മൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാക്ഷസനെ നമ്മൾ മുഖം മൂടിയിട്ട് നമ്മൾ പിന്നെ മുഖമൊക്കെ പൗഡറിട്ട് മിനുക്കി നമ്മൾ കൊണ്ടുവരുന്നതല്ലേ? അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ദേശീയ തലത്തിലും പലപ്പോഴും കേരളത്തിന്റെ ഈ മുഖംമൂടികളൊക്കെ പലർക്കും അത് അഴിച്ച് പിച്ച് ചീന്താനുള്ള അവസരം കൈവരുന്നത്. അതല്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിലുള്ള ആ മതേതരത്വം പുലരുന്ന ആണെങ്കിൽ പരസ്പരം സ്നേഹവും വിശ്വാസവുമാണ്. ആരും ആരോടും പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ വിശ്വാസങ്ങളെ പലപ്പോഴും കണ്ടറിഞ്ഞ് ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താതിരിക്കും. എൻ്റെ വിശ്വാസങ്ങളെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യും. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മറ്റാര് നിങ്ങളെ പ്രലോഭിപ്പിച്ചാലും നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ അണുവിടെ വ്യത്യാസപ്പെടില്ല. എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ വിശ്വാസമാണ്. അത് പറയുന്നതിൽ എനിക്ക് യാതൊരു നാണക്കേടും തോന്നാറില്ല. എനിക്ക് എൻ്റെ മതവും എനിക്ക് എൻ്റെ ജാതിയും ഒക്കെ ഉണ്ട്. ഇല്ലെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? അതൊക്കെ ചുമ്മാതെ പറയുന്ന, അതൊക്കെ മഹാകള്ളങ്ങളാണ്. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും എൻ്റേതല്ലാത്ത മതത്തിൽപ്പെട്ട ആളോ എൻ്റെ അല്ലാത്ത ജാതിയിൽപ്പെട്ട ആളോ ഒട്ടും എന്നേക്കാൾ മോശമല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു സഹിഷ്ണുത. കാരണം എല്ലാവരും തുല്യരാണ്. പക്ഷെ അതേസമയം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. നിങ്ങളുടെ വിശ്വാസം പോലെ തന്നെ എനിക്ക് വിലപ്പെട്ടതാണ് എൻ്റെ വിശ്വാസം. അത് പറയുന്നതിൽ എനിക്ക് യാതൊരു നാണക്കേടും ഇല്ല. നിങ്ങളുടെ വിശ്വാസം പറയുന്നത് നിങ്ങൾ നാണക്കേട് വിചാരിക്കേണ്ട. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഈ മുഖംമൂടികൾ ഇല്ലാതാവും. മുഖംമൂടികൾ ഇല്ലാതായാൽ ഇതുപോലുള്ള നമ്മൾ അപ്രതീക്ഷിത പൊട്ടിത്തെറികൾ നമ്മുടെ ഉള്ളിൽ അമർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ സ്വാർത്ഥ അല്ലെങ്കിൽ നമ്മുടെ സങ്കുചിത ചിന്താഗതികൾ പൊട്ടി വെളിയിൽ വരില്ല. അത് ഉള്ളിടത്ത് അതുപോലെ തന്നെ നീക്കും. അതിൽ കൂടുതലൊന്നുമില്ല. എന്തായാലും ഒരു പുതിയ കേരളത്തിൽ എൻ്റെ ഒരു വിലയിരുത്തലിലെ പുതിയ കേരളം എന്നത്, വരാനിരിക്കുന്ന ഒരു കേരളം എന്നത് ഈ പറയുന്ന മുഖംമൂടികളില്ലാത്ത, ഹിപ്പോക്രസിയിൽ ആത്മവഞ്ചനകൾ ഇല്ലാത്ത, ഓരോരുത്തരും ധൈര്യപൂർവ്വം അവരുടെ നിലപാട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം, അടവ് നയം മാറ്റി നിർത്തിയിട്ട് കൃത്യമായ ഒരു നയവുമായിട്ട് മുന്നോട്ട് പോകട്ടെ. അത് വരുമ്പോൾ ഇത്തരം ഞെട്ടലുകളൊന്നും നമുക്കുണ്ടാവില്ല. ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ശ്രീകണ്ഠൻ നായർ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു നമുക്ക് ശ്രദ്ധിക്കാം. ഒരുപക്ഷെ ഇനി അദ്ദേഹം പറയുമായിരിക്കും ഈ വീഡിയോ ഫേക്കാണ്. എന്തായാലും നമുക്ക് നോക്കാം, വരട്ടെ.